ഓം നമോ നാരായണായ മന്ത്രം ചൊല്ലി നടന്ന ആദിശങ്കരൻ ഒരുനാൾ അമ്മയും കൂടി വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി. അവിടെ എത്തിയ ഉടനെ അവനൊരു ഉൾവിളി. എവിടെ നിന്റെ പിതാവ്, എനിക്കൊന്ന് കാണണമായിരുന്നു. ആ വാക്കുകൾ അവനെ നൊമ്പരപ്പെടുത്തി. അധികം വൈകാതെ പിതാവുമായി അവൻ ചെന്നപ്പോൾ കാര്യം നിസ്സാരം. ആരാ നിനക്ക് ഓം നമോ നാരായണായ പഠിപ്പിച്ചത്? നീ ശിവപുത്രനാണ് എന്നു പറഞ്ഞ് വീണ്ടും ഉൾവിളി. രണ്ടും കൽപ്പിച്ച് അവൻ വീണ്ടും നാരായണ വിളി തുടർന്നു. അവൻ ചിന്തിച്ചത് സ്വന്തം സ്വാതന്ത്ര്യമാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയ അവൻ ഇതുമാത്രം ചൊല്ലുക ഉള്ളൂ എന്ന് മനസ്സിൽ ശാഠ്യം പിടിച്ചു. അധികം താമസിയാതെ പിതാവ് മരണപ്പെട്ടു. സ്വന്തം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ ശിവപുത്രാഭിനയം തുടങ്ങി. തമാശയ്ക്ക് തുടങ്ങിയത് അത് വലിയ കാര്യത്തിലുമായി. കാലടിയിൽ ജനിച്ചാലും മുജന്മഫലമനുസരിച്ച് അവന് അന്യനാടുകളിലെ സഞ്ചാരം ജീവിതത്തിൽ വേണം. ശങ്കരന്റെ കഥകൾ കേൾക്കാത്ത ഹിന്ദുക്കളുണ്ടോ? അതാണ് ഞാൻ അധികം വർണ്ണിക്കാത്തത്. അന്യനാടുകൾ മാത്രമാണ് എന്നും അവന്റെ ചിന്തകൾ. ഒരിക്കൽ മൂകാംബിക ദേവി അവനോട് ഉൾവിളി കൊടുത്തതിങ്ങനെ: നീ എന്നാ ഇവിടെ വരിക? കാരണം കഴിഞ്ഞ ജന്മം അവിടെ കുറച്ച് ബന്ധനാവസ്ഥ കാരണം പൂർത്തീകരിക്കാതെ കിടക്കുന്നു. അവൻ എവിടെ പോയാലും ഇതുതന്നെ അവസ്ഥ. കാലടി തുടങ്ങി കൊച്ചിക്കായൽ വരെ അവൻ നീണ്ടു നിവർന്ന കിടന്ന കഥ രസകരമാണ്. പിന്നെ ശ്രീനഗർ സന്ദർശനത്തിന് പോയപ്പോൾ അവിടെ ഒരു താഴ്വര കണ്ടപ്പോൾ ഞാനിവിടെ ജനിച്ചെങ്കിൽ ഇവിടെ സ്വർഗമാക്കിയേനെ എന്ന പറച്ചിൽ ശിവഭഗവാൻ കേട്ട നിമിഷം പിന്നത്തെ ജന്മം അവിടെ കൊടുത്തു. ഇങ്ങനെ 14 ജന്മം ആദിശങ്കരൻ കുട്ടിശങ്കരനായും ജനിച്ചു. 2 ജന്മം ഈശ്വര്യതുല്യ മനുഷ്യനായി. അതും ഗണപതികുട്ടനായാണ് ജനിച്ചത്. അവന്റെ ഒരു കുടയും ഒരു വടിയും അതിപ്രധാനമാണ്. വടി തൽസ്വഭാവവും കുട ജീവിതതനിമയും വ്യക്തമാക്കുന്നു. അവൻ നീണ്ടു നിവർന്നു കിടന്ന കഥ കേട്ടോളൂ. അവൻ ആര് വഴക്കു പറഞ്ഞാലും കുളത്തിലും കായലിലും കടലിലും പോയി നീണ്ടു നിവർന്നു കിടക്കും. പച്ച പായ കിടക്കുന്ന പോലെ ഒരു കിടത്തമാണ്. അതൊരു ഹരമാണ് ശങ്കരന്. അമ്മ വഴക്കു പറഞ്ഞാൽ കൊച്ചിക്കായലിലും, അമ്മവൻ വഴക്കു പറഞ്ഞാൽ സ്വന്തം കുളത്തിലും കിടക്കും. വെള്ളം എന്നത് പ്രകൃതി രമണീയമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച മഹാൻ അവനാണ്. അല്ലാതെ വെള്ളം ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്നുകൂടി അവൻ പഠിപ്പിക്കുന്നു. വിദ്യയാണ് മനുഷ്യന് അറിവിൻ നിപുണതയും, അറിവില്ലായ്മയാണ് അഹങ്കാരക്കൊടിയെന്നും നമ്മെ ശങ്കരൻ പഠിപ്പിക്കുന്നു. കാഷായ വസ്ത്രം ഓറഞ്ച് നിറമായാൽ പ്രകൃതി നമ്മെ സ്നേഹിക്കുമെന്ന് പഠിപ്പിച്ചത് അവനാണ്. വിശപ്പ് നേരിയത് വന്നാൽ പ്രകൃതി തന്ന പൂക്കൾ കഴിച്ചാലും വിശപ്പടയ്ക്കാമെന്നും അവൻ പഠിപ്പിച്ചു. കാരണം കാശ്മീർ താഴ്വരയിൽ മാസങ്ങളോളം പട്ടിണി കിടന്ന മഹാനാണ് ആദിശങ്കരൻ. താഴ്വര കണ്ടും മടങ്ങും വഴി ഒരു കുഴിയിൽ വീണ് കുറേനാൾ ജലപാനം പോലുമില്ലാതെ കിടന്നപ്പോൾ സ്വന്തം പിറന്ന നാടും അമ്മയെയും ഓർത്തു. അന്ന് അവൻ മനസ്സിലാക്കി യഥാർത്ഥ ദൈവം മാതാവാണെന്ന്. അവൻ മനസ്സിലെ വരികളിൽ അമ്മയെക്കുറിച്ച് പകർത്തി. കുറച്ചു കഴിഞ്ഞ് അവനെ ഒരു ദൈവജ്ഞൻ വന്ന് രക്ഷിച്ചു. പിന്നീട് അവൻ കിടന്ന കുഴി പതുക്കെ അവന്റെ പേരിൽ അമ്പലമായി. 16 സ്ഥലത്ത് ഇതുപോലെ അമളിപറ്റി. അതെല്ലാം പിന്നീടത് പേരുകേട്ട ക്ഷേത്രമായി. കേരള മണ്ണിൽ പിറന്നാലും ഇന്ത്യ മണ്ണിൽ പിറന്നാലും ആദിശങ്കരൻ നമ്മെ ഉദ്ബോധിപ്പിച്ച ഒന്നുണ്ട്: എവിടെ തടസ്സം ആര് സൃഷ്ടിച്ചാലും ഈശ്വരൻ സൃഷ്ടികൾ ഈ ജന്മമല്ലെങ്കിൽ അടുത്ത ജന്മത്തായാലും ആ തടസ്സം തീർത്തിരിക്കും എന്ന വിശ്വാസം നമുക്ക് വേണം. ആദിശങ്കരൻ നമോ നമഃ.